രാജ്യം സ്വാതന്ത്ര്യം നേടി 65 വർഷത്തിലധികം പിന്നിട്ടിട്ടും ദളിത് ജനതയോടുള്ള വിവേചനം അവസാനിച്ചിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ നേരിടുന്ന അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം SFI ഏറ്റെടുക്കുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. രാജസ്ഥാനിലെ സിക്കറിൽ നടക്കുന്ന SFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സീതാറാം യെച്ചൂരി. അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കും. SFI ഉൾപ്പെടെയുള്ള പുരോഗമന വിദ്യാർത്ഥി സംഘടനകൾ ദുർബലമാകുന്നത് ക്യാമ്പസുകളിൽ ജാതി സംഘടനകളും അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരാൻ ഇടയാക്കുമെന്ന് യെച്ചൂരി പറഞ്ഞു. നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ഉയർന്നുവന്ന പുത്തൻ സാമ്പത്തിക ശക്തികളുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന് അരാഷ്ട്രീയം വളർത്തുകയാണ്. ഇതിന്റെ ഭാഗമായി ക്യാമ്പസുകളിൽ രൂപപ്പെടുന്ന സ്വത്ത് രാഷ്ട്രീയ ശക്തികൾ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. These identity politics organizations and these NGOs actually dividing the students' community, which should have been united under this under the democratic platform that the SFI stands for. സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ മാത്രമേ ദളിത് വിഭാഗങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയൂ. സ്വകാര്യ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി CPIM സന്ധിയില്ലാത്ത സമരത്തിലാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരിത്രത്തെ വളച്ചൊടിച്ചും രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഇല്ലായ്മ ചെയ്തും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തടയണമെന്നും യെച്ചൂരി SFI സമ്മേളന പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. അഖിലേന്ത്യാ സമ്മേളനത്തിൽ ദേശീയ സെക്രട്ടറി ഋതബ്രത ബാനർജി ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. രാജസ്ഥാനിലെ സിക്കറിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. കതിരൂർ മനോജ് കേസിൽ P ജയരാജനെ പ്രതി ചേർക്കാനായി CBI കോടതിയിൽ സമർപ്പിച്ചത് കെട്ടിച്ചമച്ച റിപ്പോർട്ടാണെന്ന് തെളിയുന്നു. റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. കതിരൂർ മനോജ് കേസിൽ 2015 മാർച്ച് 7 കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI പറഞ്ഞത് CPIM നിന്നും BJP-യിലേക്ക് പ്രവർത്തകർ ചേക്കേറുന്നതിന്റെ രാഷ്ട്രീയ വൈരം മൂലമാണ് മനോജിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു. 2014 ആഗസ്റ്റ് 25 തലശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിലാണ് CPIM പ്രവർത്തകർ BJP-യിൽ ചേർന്നതെന്നും CBI പറഞ്ഞിരുന്നു. എന്നാൽ അന്നേ ദിവസം BJP-യുടെ ഒരു പൊതുയോഗവും തലശ്ശേരിയിൽ നടന്നിരുന്നില്ലെന്നും CPIM പ്രവർത്തകർ BJP-യിൽ ചേർന്നിരുന്നില്ലെന്നും വിവരാവകാശ രേഖകൾ സഹിതം പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ CBI ഉയർത്തിക്കൊണ്ടുവന്ന വാദം കള്ളമാണെന്ന് വ്യക്തമായി. കോടതിയിൽ സമർപ്പിച്ച പുതിയ റിപ്പോർട്ടിൽ സമ്മേളനത്തിന്റെ തീയതിയും സ്ഥലവുമെല്ലാം തിരുത്തിയാണ് CBI ചേർത്തിരിക്കുന്നത്. അതുപോലെ P ജയരാജനെ വധിക്കാൻ ശ്രമിച്ചതിനുള്ള പ്രതികാരമായാണ് കൊല ആസൂത്രണം ചെയ്തതെന്നും CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. P ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി RSS കാര്യവാഹകയായ V ശശിധരനായിരുന്നു. കേസിൽ ശിക്ഷ അനുഭവിച്ച ശശിധരനൊപ്പം പല സമാധാന യോഗങ്ങളിലും P ജയരാജൻ പങ്കെടുത്തിട്ടുണ്ട്. യാതൊരു പ്രതികാര മനോഭാവവും ജയരാജൻ ശശിധരനോട് കാണിച്ചിരുന്നുമില്ല. ഒന്നാം പ്രതിയോടില്ലാത്ത വിരോധം അഞ്ചാം പ്രതി മാത്രമായ മനോജിനോടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതും CBI ആണ്. കേസിൽ പ്രതി ചേർക്കാനായി CBI P ജയരാജനെതിരെ തെളിവുകൾ തട്ടിക്കൂട്ടുകയായിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. PV കുട്ടൻ, കോഴിക്കോട്. കതിരൂർ മനോജ് വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു. BJP CBIയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. അതേസമയം CBIയെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്ന ഭരണകൂട ഭീകരതയിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ വൻ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ CBI പ്രതി ചേർത്ത സാഹചര്യത്തിലാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. BJP CBIയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നും സമീപകാലത്ത് കണ്ണൂർ സന്ദർശിച്ച RSS നേതാവിന്റെ സമ്മർദ്ദവും കേന്ദ്ര ഗവൺമെന്റ് സ്വാധീനവുമാണ് തന്നെ പ്രതി ചേർക്കാനുള്ള കാരണമെന്നും രാജ്നാഥ് സിംഗിന്റെയും മോഹൻ ഭാഗവതിന്റെയും കണ്ണൂർ സന്ദർശനം സൂചിപ്പിച്ച് P ജയരാജൻ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി. തെളിവും വസ്തുതയും ഇല്ലാതെയാണ് CBI തന്നെ പ്രതി ചേർക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കം നടത്തുന്നതെന്നും ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിലെ മറ്റ് പ്രതികൾക്കൊന്നും ചുമത്താത്ത UAPA വകുപ്പ് 25ാം പ്രതിയായ തനിക്ക് ചുമത്തിയതിന് പിന്നിലും ഗൂഢലക്ഷ്യമുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള CBI നീക്കമാണിതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. CBI ഉന്നയിച്ചിരിക്കുന്ന പുതിയ ആക്ഷേപം കേസിലെ ഒന്നാം പ്രതിയായ വിക്രമൻ തന്റെ ഡ്രൈവറാണെന്നും സന്തത സഹചാരിയാണെന്നതുമാണ്. വിക്രമൻ സന്തത സഹചാരിയല്ലെന്നും ഡ്രൈവിംഗ് ലൈസൻസ് പോലുമില്ലാത്ത വിക്രമൻ ഡ്രൈവറാണെന്ന് പറയുന്നത് ന്യായയുക്തമല്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും കാണിച്ചുകൊണ്ടാണ് P ജയരാജൻ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം CBIയുടെ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ട് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ തെളിവാണെന്ന് CPIM നേതാവ് MV ജയരാജൻ പ്രതികരിച്ചു.
ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് റിപ്പോർട്ടുകൾ CBI കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കള്ളക്കേസ് എന്നല്ലേ? അതിന്റെ അർത്ഥം കോൺഗ്രസ് CBIയെ കൂട്ടിലിട്ട തത്തിയാക്കി മാറ്റിയെങ്കിൽ ഈ BJP CBIയെ ചങ്ങലക്കിട്ട പട്ടിയാക്കി മാറ്റി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഭരണകൂട ഭീകരതയിലും നിരപരാധിയായ PJ രാജനെ പ്രതിചേർത്തതിലും പ്രതിഷേധിച്ച് ഏരിയ കേന്ദ്രങ്ങളിൽ CPIM നേതൃത്വത്തിൽ വൻ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യും. മുട്ടം യാർഡിലെ 1 കിലോമീറ്റർ ടെസ്റ്റ് ട്രാക്കിലാണ് ട്രയൽ റൺ നടക്കുക. അതേസമയം KMRL ക്ഷണപത്രികയിൽ നിന്നും എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യത്തെ ഒഴിവാക്കിയത് പുതിയ വിവാദത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്താണ് കൊച്ചി മെട്രോയുടെ ട്രയൽ റണ്ണിന് തുടക്കമാകുക. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഈ ആലുവ മുട്ടത്തെ യാർഡിൽ സജ്ജമായി കഴിഞ്ഞു. ആലുവ മുട്ടം യാർഡിൽ ഇതിനു വേണ്ടി തന്നെ, അതായത് ട്രയൽ റണ്ണിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ട്രാക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ 1 കിലോമീറ്റർ ട്രാക്കിലാണ് ട്രയൽ റൺ നടക്കുക. ഈ 1 കിലോമീറ്റർ ട്രാക്കിൽ 5 കിലോമീറ്റർ, അതായത് 5 കിലോമീറ്റർ വേഗതയിലാണ് മെട്രോ ആദ്യമായി ഓടുക. അതിനുശേഷം പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷവും വേഗം വർദ്ധിപ്പിച്ചുള്ള ഓട്ടങ്ങൾക്ക് ശേഷവും പല പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷം മാത്രമേ മെട്രോ ട്രാക്ക് എത്തുകയുള്ളൂ. ട്രാക്കിലെ പരീക്ഷണ ഓട്ടം നടക്കുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഞാനിപ്പോ മുട്ടത്തെ യാർഡിലുണ്ട്. ഉദ്ഘാടന വേദിക്ക് സമീപം തന്നെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് 10 മണിക്ക് ഈ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. അതുപോലെ മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, അനൂപ് ജേക്കബ്, MP മാരായ KV തോമസ് തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് കളക്ടറെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം എന്താണ്? നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ KMRLന്റെ ക്ഷണപത്രികയിലോ സർക്കാർ ഈ മെട്രോയുടെ ഫ്ലാഗ് ഓഫ് സംബന്ധിച്ച് ഇറക്കിയ ക്ഷണപത്രികയിലോ എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവിയായ എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യത്തിന്റെ പേരില്ല. രാജമാണിക്യത്തിന്റെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ രാജമാണിക്യം ഈ ഉദ്ഘാടന വേദിയിൽ അല്ലെങ്കിൽ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിനെ പറ്റി ഇതുവരെയും തീർപ്പുണ്ടായിട്ടില്ല. ഇവിടെ എത്തിയാൽ മാത്രമേ രാജമാണിക്യം പങ്കെടുത്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ രാജമാണിക്യം പങ്കെടുത്തിട്ടില്ല. പേരൊഴിവാക്കിയത് സംബന്ധിച്ച വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല. ശരി, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികൾ മോദിയുടെ അനുശോചന നാടകമല്ല, കേന്ദ്രമന്ത്രിമാരെയും VCയെയും പുറത്താക്കാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പ്രശ്നങ്ങളെ നേരിടുന്നതിൽ സർവകലാശാല അധികൃതർക്ക് സംഭവിച്ച വീഴ്ച രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് അന്വേഷണ സമിതി കേന്ദ്ര സർക്കാരിന് നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, നിരവധിയായി തുടർന്നു വരുന്ന സമരം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും തടസ്സപ്പെടുത്തുന്നതിലേക്ക് ഇന്നലെ രാജ്യം കേട്ടു. ഇന്ന് എന്തൊക്കെ രീതിയിലേക്കാണ് കാര്യങ്ങൾ വികസിച്ചിരിക്കുന്നത്? അജിംഷാദ്, ഹൈദരാബാദിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണർന്നിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ എങ്ങനെയെങ്കിലും ശമിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ ഖേദ പ്രകടനം. കൂടാതെ കേന്ദ്ര മാനവ വിഭവശേഷി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. പക്ഷേ ഈ 2 കാരണങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സമരം ഒരു തരത്തിലും പിൻവലിക്കില്ല എന്ന വ്യക്തമായ നിലപാട് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു ഖേദ പ്രകടനം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല, പകരം കുറ്റക്കാർക്കെതിരെ നടപടിയാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമായും ഈ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കത്തെഴുതിയ കേന്ദ്ര തൊഴിൽ മന്ത്രി ബന്ദാര ദത്താത്രേയ ഈ ദളിത് അസഹിഷ്ണുതയ്ക്ക് ഏറെ കുപ്രസിദ്ധനായ VC അപ്പാവു റാവു തുടങ്ങിയവരെ പുറത്താക്കണം എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ ഖേദ പ്രകടനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 2 പേരെയും പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ഇന്നും സമരത്തിന് പിന്നോട്ട് ഒരു പോക്കുമില്ല. ആ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്.
തന്നെയാണ്. നിരാഹാരം ആരംഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന സൂചനയുണ്ട്. പക്ഷേ അതിനെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കുമെന്ന് അറിയിച്ചു. കൂടാതെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടി പോലീസിന്റെയോ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വലിയൊരു പ്രക്ഷോഭത്തിന് കാരണമാകും എന്ന് വ്യക്തമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരാകട്ടെ ഇന്നലെ കേന്ദ്ര മാനവവിഭവശേഷി സ്മൃതി ഇറാനി തന്നെ ഈ വിമുലിന്റെ മാതാവുമായി ഫോണിൽ സംസാരിച്ച് പ്രശ്നം ശമിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലും വിദ്യാർത്ഥികൾ പിന്നോട്ടില്ല. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും പ്രക്ഷോഭത്തിന് പിന്തുണയുമായി രംഗത്ത് വരികയുമാണ്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. വിമുലയുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടെന്ന് അധികൃതരുടെ അനാസ്ഥ, വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകി. അതേസമയം VC-ക്കെതിരെയും മന്ത്രിക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം തുടരുകയാണ്. നരേന്ദ്രമോദിയുടെ നാടകമല്ല, ധൈര്യപൂർവ്വമുള്ള ഇടപെടൽ നടപടിയാണ് സർക്കാരിൽ നിന്നും ആവശ്യപ്പെടുന്നതെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ ആണ് നൽകിയത് സന്തോഷ് സർലിംഗ്. മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മുൻ PA ടെന്നി ജോപ്പനെ സോളാർ കമ്മീഷൻ ഇന്ന് വിസ്തരിക്കും. അസുഖം കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതിയിൽ ജോപ്പൻ ഹാജരായിരുന്നില്ല. ഇതേ തുടർന്ന് ജോപ്പന്റെ വിസ്താരം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അൻപത്തിയാറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 5ാം ദിവസം പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പോയിന്റ് നിലയിൽ കോഴിക്കോട് മുന്നിലാണ്. ഒപ്പനയും സംഘനൃത്തവും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇന്ന് അരങ്ങിലെത്തും. വിശേഷങ്ങൾ, വിവരങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിലേക്ക് സുരരാജിലേക്ക്. നമസ്കാരം. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ദിവസത്തെ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വേദികളെല്ലാം സജീവമായി തുടങ്ങും. അല്പസമയത്തിനകം രാവിലെ 9 മണിക്ക് തന്നെയാണ് മത്സരങ്ങൾ ആരംഭിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും മിക്ക വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇന്ന് പ്രധാന വേദിയായ ചിലങ്കയിൽ ഏറ്റവും ഗ്ലാമറസ് ഇനങ്ങളിലൊന്നായ ഒപ്പന മത്സരം അരങ്ങേറുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പാലക്കാടിൻ്റെ മുന്നേറ്റത്തെ കോഴിക്കോട് മറികടന്നിരിക്കുന്നു. നിലവിൽ കോഴിക്കോടിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 660 തൊട്ടു പിറകിലാണ് പാലക്കാട് ഉള്ളത് 655 പോയിന്റുമായി. എന്തായാലും ആദ്യ 4 ദിവസങ്ങളിൽ ഉണ്ടാക്കിയ പാലക്കാടിൻ്റെ മുന്നേറ്റം ഇന്നലെ വൈകിട്ടോടുകൂടി കോഴിക്കോട് തകർത്തു. ഇപ്പോഴും കോഴിക്കോട് ആ മുന്നേറ്റം അതിനുശേഷം പാലക്കാടിനെ മറികടന്നതിന് ശേഷം ഇതുവരെയും കോഴിക്കോട് പിറകിലോട്ട് പോയിട്ടില്ല. ഇന്നത്തെ കുറേ ഇനങ്ങൾ, മലബാറിൻ്റെ തനത് ഇനമായ ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കൂടി ഇനിയിപ്പോൾ നാളെയും പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ നടക്കാനിരിക്കുന്നു. ഈ 2 ദിവസത്തെ മത്സരങ്ങളുടെ ഫലമായിരിക്കും ചിലപ്പോൾ സ്വർണ്ണക്കപ്പ്, 117.5 പവൻ്റെ സ്വർണ്ണക്കപ്പ് ആരാണ് സ്വന്തമാക്കുക എന്ന് കാണിച്ചു തരിക. എന്തായാലും ഇന്നത്തെ കലോത്സവ വിശേഷങ്ങളിലേക്ക് കൂടി പോകുന്നു. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം. ഭരതനാട്യത്തെ സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. ഒന്നാമത്തെ വേദിയായ പുത്തിരിക്കണ്ടം മൈതാനത്തിലെ ചിലങ്കയിൽ തിരശ്ശീല ഉയർന്നപ്പോൾ കുമാരിമാർ കൃഷ്ണചരിതവും മഹാഭാരതത്തിന്റെ ഏടുകളും ധീരനായ യോദ്ധാവ് കർണനെയും നടനചാരിതയിലൂടെ അരങ്ങിലെത്തിച്ചു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ മുദ്രകളും കണ്ണുകളുടെയും കൈകളുടെയും ചലനവുമൊക്കെ ബഹുഭൂരിപക്ഷം മത്സരാർത്ഥികളും ഭംഗിയായി തന്നെ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ കാണികളും കൈയടിക്കാൻ മറന്നില്ല. സ്ഥിരം വേദിയിൽ കാണാറുള്ള ആവർത്തന വിരസത ഭരതനാട്യ വേദിയിൽ ദൃശ്യമാകാത്തതിൽ വിധികർത്താക്കൾക്കും നൃത്ത ആസ്വാദകർക്കും സന്തോഷമുണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും 35-ലധികം വിദ്യാർത്ഥിനികളാണ് ഭരതനാട്യത്തിലൂടെ കാണികളുടെ മനം കവർന്നത്. മറ്റു ദിവസങ്ങളിലെ നൃത്ത ഇനങ്ങളിലേതിനേക്കാൾ നിറഞ്ഞ സദസ്സായിരുന്നു ഭരതനാട്യ വേദിയിൽ ഉണ്ടായിരുന്നതെന്നതും പറയാതെ വയ്യ. 35-ലധികം കലാകാരികളാണ് വേദി ഒന്നായ ചിലങ്കയിൽ ഭരതനാട്യത്തിൽ അരങ്ങ് തകർത്തത്. മികച്ച ഒരു ഭരതനാട്യം ആസ്വദിക്കാനായെന്ന സന്തോഷത്തോടെയാണ് ആസ്വാദകർ മടങ്ങിയത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനു. കലോത്സവത്തിൻ്റെ ഈ ചൂടിനിടയിലും തിരക്കിനിടയിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെ ബദ്ധശ്രദ്ധരായി ഇവിടുത്തെ ക്രമസമാധാന പാലനം നിർവഹിക്കുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരെ സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്.
ക്ലിയർ ആണ് സർ. ഓവർ. കലയും കാക്കിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇനി പറയാം. സമരഭൂമിയായ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാക്കിയല്ല കൗമാരകലയുടെ കൈപിടിക്കുന്ന കാക്കി. വേദിയും സദസ്സും ഉണരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഞങ്ങൾ തയ്യാർ. കൗമാര കലാപ്രതിഭകളുടെ വാശിയേറിയ മത്സരത്തോടൊപ്പം തന്നെ ഞങ്ങളും മത്സരിക്കുന്നു. പൊടിയോടും കത്തുന്ന വെയിലിനോടും നിയന്ത്രിക്കാനാവാത്ത തിരക്കിനോടുമെല്ലാം. പരസ്പരം മത്സരിക്കാനല്ലെങ്കിലും ചില മുദ്രകൾ ഞങ്ങൾക്കും നേരത്തെ മനഃപ്പാഠമാണ്. അരങ്ങിലെ കല കലഹമാക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഒരു സാന്ത്വനമായും ഞങ്ങൾ എത്താറുണ്ട്. സമയം വൈകി, പ്രേക്ഷകർ മാറി, മത്സരാർത്ഥികളും മാറി. പക്ഷേ മാറ്റമില്ലാതെ തുടരുന്നത് ഞങ്ങൾ മാത്രമാണ്. രാവുറങ്ങുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഉണർന്നിരിക്കണം. മോഷണം, പിടിച്ചുപറി, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി മത്സര ഇനത്തിൽപ്പെടാത്ത കലകൾക്ക് ഇവിടെ വേദിയൊരുക്കാതിരിക്കാൻ. ഊണും ഉറക്കവും കളഞ്ഞ് രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്ന ഞങ്ങളെ ആരും ശ്രദ്ധിക്കാറേയില്ല. അതിലൊട്ടും ഞങ്ങൾക്ക് പരിഭവവുമില്ല. അപ്പീലുകളുടെ മേള കൂടിയായ കലോത്സവത്തിൽ കേരള പോലീസ് നൽകുന്ന സുരക്ഷിതത്വത്തിൽ ആരും അപ്പീൽ നൽകരുത് എന്ന വാശി കൂടെ ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകാം. നേരം പുലരാറായി. ഇനിയും ഉറങ്ങാത്ത വേദിയിൽ ഉണർന്ന കണ്ണുകളുമായിരിക്കുന്ന കേരള പോലീസിൽ വിശ്വാസമർപ്പിച്ച് തന്നെയാണ് ഓരോ മലയാളിയും ഈ കലോത്സവ നഗരിയിലെത്തുന്നത്. ഒരു ദിവസം മുഴുവൻ കേരള പോലീസിനോടൊപ്പം ചെലവഴിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ഞങ്ങളുടെ ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ഇന്നുൾപ്പെടെയുള്ള ഇനിയുള്ള 3 ദിവസങ്ങൾ ആവേശ പോരാട്ടത്തിൻ്റെതാണ്. 117.5 പവൻ സ്വർണ്ണക്കപ്പിനുള്ള പോരാട്ടം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇന്നലെ പാലക്കാടിനെ മറികടന്ന് കോഴിക്കോട് പോയിന്റ് നിലയിൽ മുന്നേറ്റം കുറിച്ചതോടുകൂടി പോരാട്ടത്തിൻ്റെ ആവേശം ഒന്നുകൂടി കനത്തിരിക്കുന്നു. എന്തായാലും കലോത്സവ വേദികൾ ഉണരുന്നതേ ഉള്ളൂ. അല്പസമയങ്ങൾക്കകം തന്നെ മത്സരങ്ങളെല്ലാം ആരംഭിക്കും. അതോടുകൂടി കൂടുതൽ വിശേഷങ്ങൾ നൽകാൻ കഴിയും. അടുത്ത ബുള്ളറ്റിനുകളിൽ കാണാം. നമസ്കാരം. ശരി, ഇനി പടം നയിച്ച് പിണറായി. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. കൊണ്ടോട്ടി, വേങ്ങര, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ ഇന്ന് സ്വീകരണം നൽകും. ഇന്നലെ കോഴിക്കോട് കടപ്പുറത്തെ സ്വീകരണ വേദിയിലേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം കോഴിക്കോട് കടപ്പുറം അവിസ്മരണീയമാക്കി. 10,000 ചെമ്പതാകകളേന്തി തിരമാലകൾ പോലെ ആർത്തിരമ്പി. അറബിക്കടലിൻ്റെ ഓരത്ത് ചെങ്കടൽ രൂപം കൊണ്ടപ്പോൾ ജനപങ്കാളിത്തം സംഘാടകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. ജാഥ കടന്നു വന്ന വീഥികൾക്കിരുവശവും 10,000 വേറെയും. മണ്ണിലും വിണ്ണിലും ചുവപ്പിൻ്റെ ശോഭ. വേദിയിലെത്തിയ ജാഥാനായകൻ ജനക്കൂട്ടത്തെ കൈയുയർത്തി അഭിവാദ്യം ചെയ്തപ്പോൾ പ്രത്യഭിവാദ്യമായി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അഴിമതി വിമുക്തവും മതനിരപേക്ഷവുമായ നവകേരളം കെട്ടിപ്പടുക്കാൻ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് പിണറായി പറഞ്ഞു. ചിലരെ യുവാക്കളെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. ആ പരാതിക്ക് വലിയ അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കും വിധമാണ് ഈ മാർച്ചിൻ്റെ സ്വീകരണ കേന്ദ്രത്തിലെ യുവജന പങ്കാളിത്തം. അതേപോലെ തന്നെ ഒരു കാഴ്ചയാണ് നാടിൻ്റെ പുനർനിർമ്മിതിക്ക് ഞങ്ങൾ ഒന്നിച്ചിറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുമാറുള്ള വൻ സ്ത്രീ പങ്കാളിത്തം. അത് വലിയ തോതിൽ ആവേശമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് നവകേരള മാർച്ച് കോഴിക്കോട് വിട്ട് മലപ്പുറത്തേക്ക് പ്രവേശിക്കുന്നത്. രാവിലെ കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന ജാഥയെ ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. മലപ്പുറത്തെ ആദ്യ സ്വീകരണ കേന്ദ്രം കൊണ്ടോട്ടിയാണ്. തുടർന്ന് വേങ്ങര, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കോഹിനൂർ, തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ ഭാഗമായ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലും സ്വീകരണം നൽകും. 4 ദിവസം ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരും. കോഴിക്കോട് നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. നവകേരള മാർച്ചിനൊപ്പം കേരളത്തിൻ്റെ വർത്തമാനകാലം
കവിതയായും പാട്ടുകളായും നാടകമായും അവതരിപ്പിച്ചുകൊണ്ട് SFI നടത്തുന്ന കലാജാഥ ശ്രദ്ധേയമാവുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള മാർച്ചിനൊപ്പം വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള ഈ കലാകാരന്മാരുണ്ട്. ചിരിയും ചിന്തയും ഒരുപോലെ കാണികളിലെത്തിച്ച് നവകേരള മാർച്ചിനൊപ്പം ഈ കലാകാരന്മാരുമുണ്ട്. SFI പ്രവർത്തകരുടെ കലാട്രൂപ്പ്. ഭക്ഷണത്തിൽ പോലും വർഗീയ വിഷം ചാർത്തി അരുംകൊല ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവും സമരഭൂമികളിൽ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന ഭരണകൂട ഭീകരതയും കലാപരിപാടികളിൽ പ്രമേയമാകുന്നു. സോളാർ ബാർ കോഴകളിൽ കുടുങ്ങി കേരള രാഷ്ട്രീയത്തിന്റെ മുഖം വികൃതമാക്കിയ സർക്കാരിനെയും തുറന്നുകാട്ടുന്നു കലാകാരന്മാർ. സമകാലിക കേരളത്തെ പച്ചയായി അവതരിപ്പിക്കുന്ന നാടകവും കാണികളുടെ ഹൃദയം കവരും. വിവിധ കലാലയങ്ങളിലെ കലാകാരന്മാരുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളോടുള്ള ചെറുത്തുനിൽപ്പിന്റെ ബഹിർസ്ഫുരണമായി നവകേരള മാർച്ചിനൊപ്പം ഈ കലാജാഥയുമുണ്ട് തിരുവനന്തപുരം വരെ.